ചുമ്മാ ഇരിക്കുന്നിടത്ത് ചുണ്ണാമ്പിട്ട് ഇളക്കുന്നെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി എൻ്റെ അവസ്ഥ. ഒരാവശ്യമില്ലാതെ ഒരു ഭാഗ്യപരീക്ഷണം നടത്താൻ വേണ്ടി ഒരിടത്ത് പോയി ഒരു വീട്ടിൽ ചെന്ന് കയറിയ അതെ കാരണം പോഞ്ഞിട്ട് ഇരിക്കാൻ വയ്യ. 2-3 ദിവസം കൊണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ കാണുന്നുണ്ട്. ഹ്യൂമൻ മാഗ്നറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫുഡ് എക്സ്പ്ലോറർ അനിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറുക്കൻ ഇവൻ ആരും ഇല്ലാത്ത കടയ്ക്കകത്ത് ഇവൻ അങ്ങ് ചെന്ന് കയറി അവിടെ ഇരുന്ന് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ കട നിറച്ചങ്ങ് ആളങ്ങ് ഇടിച്ച് കയറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് എടാ നമ്മളെല്ലാം ഒരു ഗതിയും പരഗതിയും ഇല്ലാതൊക്കെ ഇങ്ങനെ നടക്കുന്നു, നമുക്കും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വല്ല പവർ വല്ലതും ഉണ്ടോ എന്നൊന്നും അറിയാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അന്നേരം കണ്ട സ്റ്റോപ്പിൽ അങ്ങ് ഇറങ്ങി ഞാൻ നോക്കിയപ്പോൾ കൊണ്ടൊരു ചെറിയൊരു പെട്ടിക്കട ഒരു പാവം പിടിച്ചൊരു ചേച്ചി ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു ചേച്ചി ഒരു നാരങ്ങാ വെള്ളം തരാം. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എൻ്റെ മക്കളെ നേരം വിളിച്ച് കട തുറന്ന് ഇതുവരെ 10 പൈസ കൈനീട്ടം കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ ചേച്ചി എൻ്റെ കൈനീട്ടം അത്ര മോശമൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നാരങ്ങാ വെള്ളം മേടിച്ച് കാശും കൊടുത്തത് വെള്ളം കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ 2-3 പേരൊക്കെ വരുന്നു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു അയ്യോ കൊച്ചു കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട ഇവിടെ ആളൊക്കെ വന്നു തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും ആൾ വന്ന് കച്ചവടം നടക്കുവോ കച്ചവടം പൊട്ടുമോ എന്നറിയാതെ തല്ലി മേടിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ അപ്പോഴേ ന്യൂട്രൽ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം സ്റ്റോപ്പ് എവിടെയാണെന്നൊന്നും അറിയാൻ വയ്യ. ഞാൻ പിന്നെ അങ്ങ് ഇച്ചിരി നടന്ന് മുന്നോട്ട് ചെന്ന് അപ്പോൾ എനിക്കൊരു എല്ലാവരെയും പോലെ തോന്നി. ഞാൻ അടുത്ത് കണ്ടൊരു വീട്ടിലോട്ട് കയറി അങ്ങിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേച്ചി നിന്ന് അവരെന്നോട് വന്ന് ചോദിച്ചു കൊച്ചേ നിങ്ങളെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നീ എവിടെ ഉള്ളതാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഇവിടെ ഉള്ളതല്ല, ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയ കൂട്ടത്തിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ മിണ്ടണമല്ലോ പറയണമല്ലോ എന്നോർത്ത് ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഹ്യൂമൻ മാഗ്നറ്റ് എന്നും പറഞ്ഞുകൊണ്ട് സംഭവം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞ് ഞങ്ങൾ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. ആ വീടിൻ്റെ മുറ്റത്തോട്ട് ബൈക്കേലും സ്കൂട്ടറിലും ഒക്കെ ആയിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങ് വരുന്നു. അപ്പം ഞാൻ ഈ കഥയെല്ലാം തത്ത പറയുമ്പോൾ ഇവരോട് പറഞ്ഞിട്ടിരിക്കുക. അയ്യോ ആളെല്ലാം കൂടെ വന്ന് കയറിയപ്പോഴത്തേക്ക് ഈ പെണ്ണുമ്പിള്ള എന്നെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോയിട്ട് പറഞ്ഞു കൊച്ചിങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വന്നത് വലിയ ഉപകാരമായെന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ചെവിക്കല്ല് തീർത്തരണം. എന്താന്ന് സംഭവം എന്തുവാന്ന് വെച്ചാലേ ഇവർ കള്ളക്കടം കയറി നിൽക്കക്കള്ളിയില്ലാതെ വീടും കുടുക്കയെല്ലാം എടുത്ത് കള്ള അഡ്രസ്സിൽ ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു. അവരിവിടെ ഉണ്ടെന്നൊരു ഭൂലോകർക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് കാല് കുത്തിയ നേരം കൊണ്ട് എവിടുന്നാണെന്നറിയാൻ വയ്യ, എങ്ങനെയാണെന്നറിയാൻ വയ്യ. ഇവർ കൊടുക്കാനുള്ളവരെല്ലാം കൂടി ഇടിച്ച് കയറി അവിടോട്ട് വന്നതാണ്. എന്നെ വെച്ചേക്കുമോ അവർ? കിട്ടിയത് മേടിച്ചുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ഇനി മേലാൽ ഇനി ഈ പരീക്ഷണത്തിന് ഞാൻ പോകത്തില്ല.